നമസ്കാരം. നടനും ബി.ജെ.പി. നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന സാഹചര്യത്തിൽ സുരക്ഷയുടെ പേരിൽ ഒരു വിവാഹം പോലും മാറ്റിവെച്ചിട്ടില്ലെന്നും എല്ലാ വിവാഹങ്ങളും നടത്തുമെന്നും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ.പി. വിനയൻ. സുരക്ഷയുടെ ഭാഗമായി വിവാഹങ്ങളുടെ സമയത്തിൽ മാറ്റം വരുത്തിയുള്ള ക്രമീകരണം മാത്രമാണ് നടപ്പാക്കുന്നതെന്നും കെ.പി. വിനയൻ അറിയിച്ചു. വിവാഹം മാറ്റിവെച്ചെന്ന രീതിയിലുള്ള വാർത്തകൾ പരന്നതോടെയാണ് വിശദീകരണവുമായി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ രംഗത്തെത്തിയത്. വിവാഹങ്ങൾ വേണ്ടെന്ന് വെച്ചു എന്നത് തെറ്റായ പ്രചാരണമാണ്. ഒരു വിവാഹ സംഘം പോലും കല്യാണം മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരാളോടും വിവാഹം മാറ്റിവെക്കണമെന്ന് ദേവസ്വം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി 17 രാവിലെ 8 ക്ഷേത്ര ദർശനം നടത്തി 8:45 സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങും. അന്നേ ദിവസം രാവിലെ ചോറൂണിനും തുലാഭാരത്തിനും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിലക്കുണ്ട്. കല്യാണ ദിവസമായ 17 ഗുരുവായൂരിൽ വിവാഹങ്ങൾക്ക് സമയക്രമം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മോദി എത്തുന്ന 17-ാം തീയതി 48 വിവാഹങ്ങൾക്ക് പുലർച്ചെ 5-നും 6-നും മധ്യേയാണ് സമയം നൽകിയിരിക്കുന്നത്. 6 മണിക്കും 9-നും മധ്യേ വിവാഹങ്ങൾ ഉണ്ടാകില്ല. അന്നേ ദിവസം വിവാഹ സംഘങ്ങൾ പ്രത്യേക പാസ് എടുക്കണമെന്നും അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്ന 17 രാവിലെ 6 മുതൽ 9 വരെ ഭക്തജനങ്ങളെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിപ്പിക്കില്ല. ഈ സമയത്ത് ചോറൂണ്, തുലാഭാരം വഴിപാടുകളും അനുവദിക്കില്ല. ഈ ദിവസം 74 വിവാഹങ്ങളാണ് ഷീട്ടാക്കിയിട്ടുള്ളത്. ഇതിലേറെ പങ്ക് വിവാഹങ്ങളും പുലർച്ചെ 5 മുതൽ 6 വരെ നടത്തും. സുരക്ഷ മൂലം എത്തിച്ചേരാനും തിരിച്ചു പോകാനുമുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ച് കൂടുതൽ വിവാഹ സംഘങ്ങൾ പുലർച്ചെ 5 മുതൽ 6 വരെ വിവാഹം നടത്താൻ തീരുമാനിച്ച് പോലീസിനെ അറിയിച്ചു. ഇപ്പോൾ 4 കല്യാണ മണ്ഡപങ്ങളാണ് ക്ഷേത്രത്തിന് മുന്നിലുള്ളത്. 2 താൽക്കാലിക മണ്ഡപങ്ങൾ കൂടി ദേവസ്വത്തിന് പക്കലുണ്ട്. സുരക്ഷാ വിഭാഗം അനുവദിച്ചാൽ ഇതുകൂടി ഉപയോഗിക്കും. 14 രാവിലെ 10:30 ദേവസ്വത്തിന്റെ നാരായണീയം ഹാളിൽ കളക്ടറും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും അടങ്ങുന്നവരുടെ ഉന്നതതല യോഗത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാകും. ക്ഷേത്രത്തിൽ ശബരിമല സീസൺ കഴിഞ്ഞുള്ള ആദ്യത്തെ ഉദയാസ്തമയ പൂജ 17-നാണ്. രാവിലെ 6-ന് മുൻപായി ആനയെ എഴുന്നള്ളിച്ചുള്ള ശീവേലി പൂർത്തിയാക്കി ഉദയാസ്തമയ പൂജ ചടങ്ങുകൾ ആരംഭിക്കും. രാവിലെ 9 വരെ പൂജയ്ക്കും ചടങ്ങുകൾക്കും വേണ്ട നമ്പൂതിരിമാരും പാരമ്പര്യ അവകാശികളും മാത്രമാകും ക്ഷേത്രത്തിൽ ഉണ്ടാവുക. പൂജകൾ തടസ്സമില്ലാതെ നടക്കും. വിവാഹങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പ്രകാരം വിവാഹ സംഘത്തിൽ 20 പേർക്ക് മാത്രമാണ് അനുമതി. ഫോട്ടോയും തിരിച്ചറിയൽ കാർഡിന്റെ കോപ്പി നൽകി പോലീസ് പാസ് എടുക്കണം. ചോറൂണിനും തുലാഭാരത്തിനും രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അനുമതിയില്ലെന്നും ഭാരവാഹികൾ അറിയിച്ചു. അതേസമയം മോദി ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്ന 17-ന് മറ്റ് വിവാഹങ്ങൾ വിലക്കിയെന്ന വാർത്ത വന്നതോടെ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതികളുടെ പ്രവാഹമാണ്. അന്നേ ദിവസം ഗുരുവായൂരിൽ വിവാഹം നിശ്ചയിച്ച 40ഓളം വീട്ടുകാരാണ് പോലീസിനോട് കാര്യം തിരക്കിയത്. 17-ന് മറ്റു വിവാഹങ്ങൾ വിലക്കിയിട്ടില്ലെന്നും കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയെന്നും പോലീസും അറിയിച്ചു. അന്ന് രാവിലെ 8-ന് എത്തുന്ന പ്രധാനമന്ത്രി 8:45 വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും. അന്ന് രാവിലെ 6 മുതൽ 9 വരെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചു. 17-ന് രാവിലെ 8-ന് ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ട് ഹെലിപ്പാഡിൽ മോദി ഇറങ്ങും. റോഡ് മാർഗം 8:10 ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലെത്തും. 8:15 ക്ഷേത്രത്തിൽ ദർശനം നടത്തും. 20 മിനിറ്റ് നേരം ക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷം ക്ഷേത്രനടയിൽ നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ക്ഷേത്ര നഗരിയിൽ ഒരുക്കുന്നത്. കൊച്ചിയിൽ മോദിയുടെ റോഡ് ഷോയും നടക്കും. ഇത് 2-ാം തവണയാണ് മോദി തൃശ്ശൂരിലെത്തുന്നത്. നേരത്തെ ബി.ജെ.പിയുടെ നാരിശക്തി പരിപാടിയിൽ പങ്കെടുക്കാനാണ് മോദി എത്തിയത്.